ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സ്റ്റഡി വേൾഡ്. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ സൈക്കോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴത്തേനും പാർട്ട് 6 വരെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പാർട്ട് 7 ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് പാർട്ട് 7 എന്താണ്, സൈക്കോളജിയിലെ ആ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എവല്യൂഷൻ ഓഫ് സൈക്കോളജി. അപ്പോൾ എവല്യൂഷൻ ഓഫ് സൈക്കോളജി എന്ന് വെച്ചാൽ എന്താണ്? ദ എമർജൻസ് ഓഫ് സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് മെൻ്റൽ പ്രോസസ്, ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസസ് can be attributed to certain important development in physiology and physics, as well as to the efforts of William Wundt, who established first psychological laboratory in 1879. അപ്പോൾ എന്താണ് ദ എമർജൻസ് ഓഫ് സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് നമ്മൾ പഠിച്ചു. സൈക്കോളജി എന്ന് വെച്ചാൽ എന്താണ്? സയൻസ് ഓഫ് മെൻ്റൽ പ്രോസസ്സും ബിഹേവിയറും എക്സ്പീരിയൻസിനും ഒക്കെ അതാണ് സത്യമായ സൈക്കോളജി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് സെർട്ടൻ ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഫിസിയോളജിയിലും ഫിസിക്സിലും ഒക്കെ സെർട്ടൻ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇതൊക്കെ സഹായിച്ചു. ഓക്കെ, വില്യം വൂണ്ടാണ് സൈക്കോളജിക്കൽ ലബോറട്ടറി ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത്. അത് ഏത് ഇയർ ആണെന്ന് ചോദിച്ചാൽ 1879. അപ്പോൾ വിച്ച് ഇയർ വില്യം വൂണ്ട് എസ്റ്റാബ്ലിഷ് സൈക്കോളജിക്കൽ ലബോറട്ടറി? ഇൻ 1879. ഓക്കെ, ആരാണ് സൈക്കോളജിക്കൽ ലബോറട്ടറി ആദ്യമായി കണ്ടുപിടിച്ചത്? വില്യം വൂണ്ട്. ഓക്കെ, സ്പെല്ലിംഗ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. WILLAM അല്ല, WILHELM ആണ്. വില്യം വൂണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി The evolution of psychology can be traced in the major schools of psychology thoughts. അപ്പോൾ എന്താണ്? The evolution of psychology can be traced ചെയ്തിരിക്കുന്ന മേജർ സ്കൂൾ ഓഫ് സൈക്കോളജിക്കൽ തോട്ട്സ് ഒക്കെ പഠിപ്പിക്കുന്ന സ്കൂളാണ് സൈക്കോളജി മെയിനായിട്ട് എന്താണ് ട്രേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ വില്യം വൂണ്ട് ആണ് ഈ സ്ട്രക്ചറലിസം പ്രൊപ്പോസ് ചെയ്ത്. ആൻഡ് ഹി സ്റ്റഡീഡ് ദ സ്ട്രക്ചർ ഓഫ് കോൺഷ്യസ് എക്സ്പീരിയൻസ് ബൈ ഇൻട്രോസ്പെക്ഷൻ. അയാൾ എന്താണ് കോൺഷ്യസ് എക്സ്പീരിയൻസിൽ സ്ട്രക്ചറിനെ പറ്റി ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് അയാൾ എന്താണ് ഇതിനെ സ്റ്റഡി ചെയ്തു. ഓക്കെ, അപ്പോൾ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ പ്രൊസീജിയറാണ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽ ഓർ സബ്ജക്ട്സ് ഇൻ psychological experiences are asked to describe their own mental process or experiences scientifically in detail. Introspection എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറാണ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓർ സബ്ജക്ട്സ് ഇൻ സൈക്കോളജിക്കൽ എക്സ്പീരിയൻസിലുള്ളത് അത് ആസ്ക് ടു ഡിസ്ക്രൈബ് ദെയർ ഓൺ മെൻ്റൽ പ്രോസസ്സിനെ പറ്റി അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പറ്റി സയൻറ്റിഫിക്കലി ഡിസ്ക്രൈബ് ചെയ്യാൻ, ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അതാണ് ഇൻട്രോസ്പെക്ഷൻ. ഓക്കെ, അതൊരു പ്രൊസീജിയറാണ്. പിന്നെ ഫങ്ഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രൊപ്പോസ്ഡ് ചെയ്തേക്കുന്ന വില്യം ജെയിംസ്. ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ വില്യം ജെയിംസ് ആൻഡ് ജോൺ ഡീവേ. ഓക്കെ, ജോൺ ഡീവേയും വില്യം ജെയിംസുമാണ് ഫങ്ഷണലിസം ഇത് പ്രൊപ്പോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ദേ സ്റ്റഡീഡ് ദ ഫങ്ഷൻ ഓഫ് കോൺഷ്യസ് എക്സ്പീരിയൻസസ് ഇൻ ഹൗ പീപ്പിൾ ഡീൽ വിത്ത് എൻവോൺമെൻറ്റ് യൂസിങ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. It shows the adaptation of human behavior according to their changing needs. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഫങ്ഷണലിസം ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ചെയ്തേക്കുന്ന വില്യം ജെയിംസും ജോൺ ഡിവേ ആണ്. അവർ സ്റ്റഡി ചെയ്യുന്ന ഫങ്ഷൻ ഓഫ് കോൺഷ്യസ് എക്സ്പീരിയൻസിൻ്റെ ഫങ്ഷനും ഇൻ ഹൗ പീപ്പിൾ എങ്ങനെയാണ് എൻവോൺമെൻറ്റുമായിട്ട് പീപ്പിൾ ഡീൽ ചെയ്യുന്നത് യൂസിങ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് അനുസരിച്ച് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. ഇറ്റ് ഷോസ് ദ അഡാപ്റ്റേഷൻ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ അക്കോർഡിംഗ് ടു ദ അവരുടെ ചേഞ്ചിങ് നീഡ്സ്, അവരുടെ ഓരോ നീഡ് നമുക്ക് ചേഞ്ച് ചെയ്തതല്ലേ, അങ്ങനെ അവരുടെ ഓരോ ആവശ്യങ്ങളും ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ബിഹേവിയർ അക്കോർഡിംഗ് ടു ദ അഡാപ്റ്റേഷൻ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ കാണിക്കുന്നത്. ഓക്കെ, ഇനി ഗസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? The school was proposed by Kafka, Kohler and Wertheimer. It focused on human perception. According to Gestalt psychology, the whole is greater than the sum of its parts. That is, what we experience is more than the input received from our environment. Experience is holistic. Okay. അപ്പോൾ എന്താണ് ഗസ്റ്റാൾട്ട് സൈക്കോളജി? ദ സ്കൂൾ വാസ് പ്രൊപ്പോസ്ഡ് ചെയ്തേക്കുന്നത് കൊഫ്ക, കോഹ്ലർ ആൻഡ് വെതർമാൻ ആണ്. ഇത് ഫോക്കസ്ഡ് ചെയ്തേക്കുന്നത് ഓൺ ഹ്യൂമൻ പെർസെപ്ഷനിലാണ്. അക്കോർഡിംഗ് ടു ഗസ്റ്റാൾട്ട് സൈക്കോളജി അനുസരിച്ച് ദ വോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് പാർട്ട്.
ദ വോൾ ഈസ് ഗ്രേറ്റർ ദാൻ ആണ് ആ സം ഓഫ് ഇറ്റ്സ് പാർട്സിനെ വെച്ച്. ദാറ്റ് ഈസ് വാട്ട് വി എക്സ്പീരിയൻസ്. നമ്മൾ എന്താണ് ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്തത്, ഇൻപുട്ട് റിസീവ്ഡ് ഫ്രം എ എൻവോൺമെൻറ്റിൽ നിന്ന് ഇൻപുട്ട് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈസ് ഹോളിസ്റ്റിക് ആണ്. ഓക്കെ, ഇനി ബിഹേവിയറിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ജോൺ വാട്സൺ ആൻഡ് സ്കീനർ ആണ്. ഈ ബിഹേവിയറിസം പ്രപ്പോസ് ചെയ്ത ആരാണ്? ജോൺ വാട്സണും സ്കീനറും. ഓക്കെ, സ്കീനർ അക്കോർഡിംഗ് ടു ദിസ് സൈക്കോളജി മസ്റ്റ് ഫോക്കസ് ഓൺ വാട്ട് ഈസ് ഒബ്സർവബിൾ ആൻഡ് വെരിഫൈഡ്. സോറി, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, 2 പ്രാവശ്യം ഞാൻ വാട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ബിഹേവിയറിസം എന്ന് പറഞ്ഞാൽ അത് പ്രൊപ്പോസ്ഡ് ചെയ്തേക്കുന്ന ബൈ ജോൺ വാട്സണും സ്കീനർ ആണ്. അക്കോർഡിംഗ് ടു ദിസ് സൈക്കോളജി എന്താണ്? മസ്റ്റ് ഫോക്കസ് ഓൺ വാട്ട് ഈസ് ഒബ്സർവബിൾ. എന്താണ് ഒബ്സർവബിൾ ആയിട്ടും വെരിഫൈബിൾ ആയിട്ടുള്ളത്, അതാണ് ബിഹേവിയറിസം. ഓക്കെ, ഇനി സൈക്കോ അനലൈസിസ് എന്താണ്? ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡ്. ഹി ഫോക്കസ്ഡ് ഓൺ അൺകോൺഷ്യസ് മൈൻഡ് ആൻഡ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്. സൈക്കോ അനലൈസിസ് എന്ന് പറഞ്ഞാൽ അത് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഹി ഫോക്കസ്ഡ് ഓൺ അൺകോൺഷ്യസ് മൈൻഡിലും ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിലാണ് ഫോക്കസ് ചെയ്തേക്കുന്നത് ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡ്. ഓക്കെ, അതാണ് സൈക്കോ അനലൈസിസ്. ഹ്യൂമാനിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ റിവോൾട്ട് എഗൈൻസ്റ്റ് സൈക്കോ അനലൈസിസ് ആൻഡ് ബിഹേവിയറിസം പ്രൊപ്പോസ്ഡ് ബൈ കാൾ റോജേഴ്സ് ആൻഡ് എബ്രഹാം മാസ്ലോ. ഇറ്റ് സ്റ്റേറ്റഡ് ദാറ്റ് ദ ഫ്രീ വിൽ ഓഫ് ഹ്യൂമൻ ബീങ്സ് ആൻഡ് ദെയർ നാച്ചുറൽ സ്ട്രൈവിംഗ് ടു ഗ്രോ ആൻഡ് അൺഫോൾഡ് ദെയർ ഇന്നർ പൊട്ടൻഷ്യൽ. എന്താണ് ഹ്യൂമാനിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് വാസ് എ റിവോൾട്ടാണ്, എഗൈൻസ്റ്റ് സൈക്കോ അനലൈസിസിനെതിരെയുള്ള ഒരു റിവോൾട്ടാണ്. ആൻഡ് ബിഹേവിയറിസം പ്രൊപ്പോസ്ഡ് ബൈ കാൾ റോജേഴ്സും ആൻഡ് എബ്രഹാം മാസ്ലോ. അത് സ്റ്റേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഫ്രീ വിൽ ഓഫ് ഹ്യൂമൻ ബീങ്സിനും ആൻഡ് ദെയർ നാച്ചുറൽ സ്ട്രൈവിംഗ് ടു ഗ്രോ ആൻഡ് അൺഫോൾഡ് ദെയർ ഇന്നർ പൊട്ടൻഷ്യലൊക്കെ അൺഫോൾഡ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇനി ഫർദർ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് വാസ് എ കോമ്പിനേഷൻ ഓഫ് ഗെസൾട്ട് അപ്രോച്ച് and structuralism and focused on how an individual perceived the world. Further cognitive perspective was a combination of Gestalt approachന്റെ ഒരു കോമ്പിനേഷനാണ് ആൻഡ് സ്ട്രക്ചറലിസം ആൻഡ് ഫോക്കസ്ഡ് ഓൺ ഹൗ ആൻ ഇൻഡിവിജ്വൽ പെർസീവ്ഡ് ദ വേൾഡിനെ പെർസീവ്ഡ് ചെയ്ത് എങ്ങനെയാണ്. ഓക്കെ, was followed by Wygots's view that human mind develops through social and cultural processes in which the mind is perceived as culturally constructed by joint interaction between children and adults. It was followed by Vygots's view the human mind develops through social and cultural processലൂടെയൊക്കെയാണ് ഹ്യൂമൻ മൈൻഡ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇൻ വിച്ച് ദ മൈൻഡ് ഈസ് പ്രിസീവ്ഡ് ആസ് കൾച്ചറലി കൺസ്ട്രക്റ്റഡ് ആണ്. ഇൻ വിച്ച് മൈൻഡ് ഈസ് പ്രിസീവ്ഡ് ചെയ്തേക്കുന്നത് ആസ് കൾച്ചറലി കൺസ്ട്രക്റ്റഡ് ബൈ ജോയിൻറ്റ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ചിൽഡ്രൻ ആൻഡ് അഡൽട്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എവല്യൂഷൻ ഓഫ് സൈക്കോളജിയുടെ അവിടെ തീരുകയാണ്. നമ്മൾ നെക്സ്റ്റ് ടോപ്പിലേക്ക് പോകുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് സൈക്കോളജി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സൈക്കോളജിയുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്? ഓക്കെ, അക്കോർഡിംഗ് ടു ദ ദുർഗാനാഥ് സിംഗ്, ദ ഹിസ്റ്ററി ഓഫ് മോഡേൺ സൈക്കോളജി ഇൻ ഇന്ത്യ കൺസിഡർഡ് ആസ് എ സോഷ്യൽ സയൻസ് ഇൻ 4 phases. ഓക്കെ, അക്കോർഡിംഗ് ടു ദുർഗാനാഥ് സിംഗ്, ദ ഹിസ്റ്ററി ഓഫ് മോഡേൺ സൈക്കോളജി, മോഡേൺ സൈക്കോളജിയുടെ ഹിസ്റ്ററി ഇൻ ഇന്ത്യയിൽ എന്താണ് കൺസിഡർ ആസ് എ സോഷ്യൽ സയൻസ് ആയിരുന്നു കൺസിഡർ ചെയ്തേക്കുന്നത് ഇൻ 4 phases. phase 1 എന്ന് പറഞ്ഞാൽ പ്രീ ഇൻഡിപെൻഡൻസ് ആണ്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എംബസൈസസ് ഓൺ എക്സ്പീരിമെൻ്റൽ സൈക്കോ അനലൈറ്റിക് ആൻഡ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് റിസർച്ച്. പ്രീ ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള ഇതും പ്രീ ഇൻഡിപെൻഡൻസ് എംഫസൈസ് ഓൺ എക്സ്പീരിമെൻ്റലും സൈക്കോ അനലൈറ്റിക് ആൻഡ് സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങും റിസർച്ച്. ഓക്കെ, പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് സൈക്കോളജി ഇൻ phase 2. phase 2 എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ടു 1916. ഓക്കെ, സീക്കിംഗ് ഇന്ത്യൻ ഐഡൻറ്റിറ്റി ടു സൈക്കോളജി. phase 3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് 1916s, പ്രോബ്ലം ഓൺ ബ്രേക്ക് ആൻഡ് റിസർച്ചസ് ഫോക്കസിങ് ഓൺ ഇന്ത്യ സോഷ്യൽ കണ്ടൻസ്. ഓക്കെ, പ്രോബ്ലം അല്ലെങ്കിൽ എന്താണ് റിസർച്ചസ് ഫോക്കസിങ് ഓൺ ഇന്ത്യൻ സോഷ്യൽ കണ്ടൻസിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് phase 4. phase 4 വരുമ്പോൾ എന്താണ് 1917s phase ഓഫ് ഇൻഡിജിനേഷൻ നേറ്റീവ് റിജക്റ്റഡ് Western framework and originated from our ancient trend and sculpture.
At present, application of psychology to various fields in India. 1970s phase of integration ആണ്. ഓക്കെ, റിജക്റ്റഡ് വെസ്റ്റേൺ ഫ്രെയിംവർക്കും ആൻഡ് ഒറിജിനേറ്റ് ചെയ്തേക്കുന്നത് ഫ്രം അവർ ഏൻഷ്യൻറ്റ് ട്രെൻഡ് ആൻഡ് സ്കൾച്ചറിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തേക്കുന്നത്. അറ്റ് പ്രസൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജി ടു വേരിയസ് ഫീൽഡ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടില്ല, ബട്ട് ഇത്രയും ഞാൻ പഠിപ്പിച്ച ഇത്രയും പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ.